നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സീ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. HIV എന്ന് പറയുമ്പോൾ ഇപ്പോഴും സമൂഹത്തിന് ചെറിയ ചെറിയ തെറ്റായ കാഴ്ചപ്പാടുകളും ധാരണകളും ഒക്കെ ഉണ്ട്. HIV കുറിച്ച് കൂടുതൽ അറിയാം. ഡോക്ടർ രാജലക്ഷ്മിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. കിംസ് ഹെൽത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ HIV എന്ന് പറയുമ്പോഴത്തേക്കും മറ്റെന്തിനേക്കാളും എന്തൊരു ഭീകരത പോലെയാണ് സമൂഹത്തിന് തോന്നുന്നത്. എന്തുകൊണ്ടാണ് അതിനേക്കാൾ വലിയ രോഗങ്ങൾ ഉണ്ടായിട്ടും HIV എന്ന് പറയുമ്പോൾ ഒരു പേടിയോടുകൂടി സമൂഹം ഇപ്പോഴും നോക്കിക്കാണുന്നത്? പേടിയെക്കാട്ടിലും സോഷ്യൽ സ്റ്റിഗ്മ എന്ന് വേണം പറയാൻ. ബിക്കോസ് അവർക്ക് ഇപ്പം ഒരുപാട് ഇൻഫർമേഷനുണ്ട്. HIV ഒരു സിംഗിൾ പിൽ കൂടി ട്രീറ്റ് ചെയ്യാൻ പറ്റും, നല്ല കൺട്രോൾ കിട്ടും, പക്ഷേ ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അപ്പം ഒരു HIVയുടെ കണ്ടുപിടിക്കുമ്പോൾ ഒരു പേഷ്യൻ്റ് വളരെ മോശമായിട്ടൊരു സ്ഥിതി ആയാലും, വെയിറ്റ് തീരെ കുറവായിരിക്കാം, പലതരപ്പെട്ട ഇൻഫെക്ഷനും ആയിരിക്കാം, പക്ഷേ ഒരു 3 months നേരെ മരുന്നെടുക്കുമ്പോൾ നല്ല ഒരു വ്യത്യാസം നമ്മൾ യൂഷ്വലി കാണും നേരെ മരുന്നെടുത്ത്. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് പേടിയെക്കാട്ടിലും ഐ തിങ്ക് ഇറ്റ് ഇസ് മോർ ഓഫ് സോഷ്യൽ സ്റ്റിഗ്മ. ബിക്കോസ് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും. ബിക്കോസ് HIV യൂഷ്വലി കിട്ടുന്നത് ഒരു ഹൈ റിസ്ക് ബിഹേവിയർ എന്നുള്ള ഒരു ഇതാണ്. ഒരു 90% ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. മേ ബി ഒരു ഹൈ റിസ്ക് സെക്ഷുവൽ എക്സ്പോഷർ, അതായത് കോണ്ടംലെസ് സെക്ഷുവൽ എക്സ്പോഷർ, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, എങ്ങനെയായിരിക്കും കോമണസ്റ്റ് റീസൺ. പക്ഷെ അല്ലാതെ ഇൻ അവർ പ്രാക്ടീസ് വി സി ആക്സിഡൻ്റലി അൺനോയിങ്ലി ഡിറ്റക്റ്റഡ്, ഒരു സർജറിക്ക് മുമ്പ് കണ്ടുപിടിക്കുന്ന ഒരു സിറ്റുവേഷൻ വേർ നമുക്ക് ചിലപ്പോൾ അറിയത്തില്ല, പേഷ്യൻ്റ് നമ്മൾ എല്ലാ കാര്യം റിവീൽ ചെയ്യണമെന്നില്ല. അപ്പം ഒരു ടറ്റു പ്രൊസീജിയർ ആയിരിക്കും, ചിലപ്പോൾ ഹസ്ബൻഡ് തന്നെ കിട്ടിയതായിരിക്കാം, പലപ്പോഴും അറിയത്തില്ല. സോ ദ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ആ സോഷ്യൽ സ്റ്റിഗ്മ മാറ്റി വെച്ച് HIV മാത്രം നോക്കുവാണെങ്കിൽ, ഒരു ഇൻഫെക്ഷനായിട്ട് നോക്കുവാണെങ്കിൽ അതൊരു ഈസിലി ട്രീറ്റബിൾ കണ്ടീഷൻ. ക്യൂറബിൾ എന്ന് പറയത്തില്ല, മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നമ്മൾ നല്ല കൺട്രോൾ കിട്ടും. ലൈക്ക് ഡയബറ്റീസ് ആൻഡ് നോർമലായിട്ട് ജീവിക്കാൻ പറ്റും. സോ ഐ തിങ്ക് വി ഹാവ് ടു റിമൂവ് ദറ്റ് സോഷ്യൽ സ്റ്റിഗ്മ. വൈ ഡിഡ് ഹി ഗെറ്റ് ഇറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ. അതാണ് എല്ലാവരും അനലൈസ് ചെയ്ത് അതുകൊണ്ട് പലരും ഡയഗ്നോസിസ് റിവീൽ ചെയ്യില്ല. ചിലപ്പോൾ ഹസ്ബൻഡ് പോസിറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ വൈഫിനടുത്ത് റിവീൽ ചെയ്യില്ല. ബിക്കോസ് ഈ കുറ്റബോധവും അതിൻ്റെ ഗിൽറ്റും സോഷ്യൽ സ്റ്റിഗ്മയും വരുമ്പോൾ. പക്ഷേ ആസ് എ ഡിസീസ് ഇറ്റ് ഈസ് വെരി വെൽ മാനേജബിൾ ഇൻ ദിസ് ഇറ. അപ്പം ഒരു 20 years ബാക്ക് വി യൂസ് ടു ഗിവ് മൾട്ടിപ്പിൾ ഡ്രഗ്സ് ആൻഡ് അതിൻ്റെ കോംപ്ലൈൻസ്, അതായത് ആ മരുന്ന് നേരെ കഴിച്ച് എല്ലാ ദിവസവും കഴിക്കണം എന്നില്ല, അപ്പോൾ നേരെ കൺട്രോൾ കിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇറ്റ്സ് എ സിംഗിൾ പിൽ, ജസ്റ്റ് ലൈക്ക് ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോളിന് കഴിക്കുന്ന മരുന്ന് പോലെ അത് റെഗുലറായിട്ട് കഴിച്ചാൽ ദേ ക്യാൻ ലീഡ് എ നോർമൽ ലൈഫ് ആൻഡ് നോബഡി വിൽ ഈവൻ നോ ദാറ്റ് എ പേഷ്യൻറ്റ് ഹാസ് HIV ബൈ ലുക്കിംഗ് അറ്റ് എനി പേഴ്സൺ ഇൻ ദിസ് ഇയർ. അപ്പോൾ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു സിംഗിൾ പില്ല് ഉണ്ടെന്ന് മാം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അസുഖം പോലെ കുറച്ച് ദിവസം കഴിച്ച് നിർത്താൻ പറ്റുന്നതാണോ, അതോ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്താൽ ലൈഫ് ലോങ് ഈ ഒരു പില്ല് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും? HIV ഈസ് എ തിങ്. ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. സോ എല്ലാ പേഷ്യൻസിനും ഇത് വരുമ്പോൾ ഫസ്റ്റ് തിങ് അവർ ചോദിക്കുന്നത് ഇതിന് ക്യൂർ ഉണ്ടോ, എന്തെങ്കിലും ഇഞ്ചക്ഷനോ വാക്സിൻ എടുത്ത് ഇത് മാറ്റാൻ പറ്റുമോ. ആസ് ഓഫ് നൗ നോ, ബട്ട് ഇൻ ഫ്യൂച്ചർ വി മേ ഹാവ്. കറൻ്റ്ലി നമുക്കത് ഡിസീസ് കൺട്രോളേ പറ്റുള്ളൂ ആസ് ലോങ് ആസ് ആ പിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ. ലൈക്ക് ഡയബറ്റീസ്. ഇപ്പോൾ ഡയബറ്റീസ് നമ്മൾ കൺട്രോൾ കിട്ടുന്നത് മരുന്ന് കഴിക്കുന്നുള്ളൂ. അത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെയും ഷുഗർ കൂടാം. സെയിം തിങ്, നമ്മൾ മരുന്ന് നിർത്തിയാൽ വൈറസ് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ആ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റി, അതായത് CD4 മാർക്കർ എന്ന് പറയും, CD4 കുറയും. അപ്പോൾ നമുക്ക് പിന്നെയും ആ ഇൻഫെക്ഷൻ റിസ്ക് ഉണ്ടാവും. അത് റിലേറ്റഡ് പലതരപ്പെട്ട ക്യാൻസേഴ്സും വെയിറ്റ് ലോസും എല്ലാം വരാം. സോ ഇറ്റ് ഈസ് എ ട്രീറ്റബിൾ, കംപ്ലീറ്റ്ലി കൺട്രോളബിൾ ഡിസീസ് ബട്ട് നോട്ട് ക്യൂറബിൾ ആസ് ഓഫ് നൗ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എക്സ്പെൻസ്, പലപ്പോഴും ജനങ്ങളൊക്കെ വിചാരിക്കുന്നത് ഇതൊരു വലിയ എന്തോ ഒരു അസുഖമായതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലായിരിക്കും, സാധാരണക്കാർക്കൊന്നും ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആയിരിക്കും. എന്താണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു ചിലവ് ഏകദേശം എത്ര വരുമായിരിക്കും? ആക്ച്വലി അത് ഒരു റോങ് നോഷനാണ്. ബിക്കോസ് ഗവൺമെൻറ് ഇസ് സപ്ലൈങ് ഫ്രീ ട്രീറ്റ്മെൻറ്റ്. സോ മെജോറിറ്റി ആൾക്കാർ പ്രൈവറ്റിൽ വരുന്നത് ആ സോഷ്യൽ സ്റ്റിഗ്മ കാരണമാണ്. സോ ഗവൺമെൻറ് ഇസ് ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്, ഫ്രീ ഡയഗ്നോസിസ് ആസ് വെൽ ആസ് ട്രീറ്റ്മെൻറ്റ്. And even if you come to a private hospital, the average cost for the initial testing may be little high because diagnosisum എന്തൊക്കെ മരുന്ന് അതിൻ്റെ സൈഡ് എഫക്ട്സ് ഇതെല്ലാം നോക്കാനുണ്ട്. ഇനീഷ്യൽ ചിലവ് മാത്രമേ ഉള്ളൂ. ബട്ട് ഡ്രഗിന് മാത്രം ഇറ്റ് വിൽ ബി ലെസ് ദാൻ 3,000 rupees per month. ചിലർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വി ഓൾവേസ് ഗെറ്റ് ദ ഹെൽപ്പ് ഫ്രം ഗവൺമെൻറ് സർവീസ് വിച്ച് ഇസ് ഫ്രീ. സോ ഐ ഡോണ്ട് തിങ്ക് കോസ്റ്റ് ഇസ് എ ഹ്യൂജ് തിങ് ദറ്റ് ഇസ് ആക്ച്വലി അത് കാരണം പില്ല് മുടങ്ങേണ്ട ഒരു റീസൺ വരത്തില്ല യൂഷ്വലി. ബിക്കോസ് ഐ തിങ്ക് ഇറ്റ്സ് വൈഡ്ലി അവൈലബിൾ ആൻഡ് ഇറ്റ് ഇസ് നോട്ട് വെരി എക്സ്പെൻസീവ് ഐ ഷുഡ് സേ. അതുപോലെ തന്നെ മുന്നേ നമുക്കൊരു വിചാരമുണ്ട്, അതായത് തുടക്കകാലങ്ങളിൽ ഈ ഒരു എയ്ഡ്സ് എന്നൊരു സംഭവം ഇങ്ങനെ സ്പ്രെഡായി തുടങ്ങിയ കാലം, അസുഖത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ കാലം മുതൽ
പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഒരിക്കലും ചികിത്സിച്ചാൽ ഭേദമാകാത്ത അസുഖമാണ് എന്ന്. അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി 2023 നമ്മൾ കടക്കാൻ പോകുന്നു. പക്ഷേ ഇപ്പോഴും ഡോക്ടേഴ്സിൻ്റെ ഒരു വെല്ലുവിളി, ഈ ഒരു രോഗിയെ ഫിസിക്കലി ഒരു ഡോക്ടറിന് എപ്പോഴും ഓക്കെ ആക്കാൻ സാധിക്കും, പക്ഷെ മെൻ്റലി അവരെ ഒന്ന് സ്ട്രോങ് ആക്കുക എന്നുള്ളതൊരു ചലഞ്ചായിട്ട് തന്നെ മാറിയിട്ടില്ലേ? എക്സാക്ട്ലി. സോ ആദ്യത്തെ നമുക്ക് ഫ്യൂ സിറ്റിങ്സ് എന്ന് പറയും, ഫ്യൂ വിസിറ്റ്സ്, നമുക്ക് എമോഷണൽ സപ്പോർട്ട് തന്നെ കൊടുക്കാൻ ഒരുപാട് വിൽ സ്പെൻഡ് ടൈം ഓൺ കൗൺസിലിംഗ്. ആൻഡ് ഇൻ ആ ഹോസ്പിറ്റൽ ഓർ ഇൻ മെനി അതർ ഹോസ്പിറ്റൽസ് വി ഹാവ് എ കൗൺസിലർ ഫോർ HIV ബിക്കോസ് അവരുടെ ഫാമിലി ആക്ച്വലി പല ആൾക്കാരും ഇൻവോൾവ് ആയിരിക്കും. ഒന്ന്, ഇവർ ആരുടെ നിന്ന് കിട്ടിയോ അവർക്ക് ചിലപ്പോൾ നമുക്ക് അവരെയും ടെസ്റ്റ് ആൻഡ് ട്രീറ്റ് വേണ്ടി വരും, ചിലപ്പോൾ അവർ തുറന്ന് പറയത്തില്ല, വൈഫിനടുത്ത് പറയണോ, വൈഫിൻ്റെ സപ്പോർട്ട് വേണം. ഇതെല്ലാം ഫസ്റ്റ് സിറ്റിങ്ങിൽ ഒരിക്കലും സംഭവിക്കില്ല, ബിക്കോസ് ദേ മേ ബി ഇൻ എ ഷോക്ക്. പിന്നെ പല റൗണ്ട്സ് ഓഫ് കൗൺസിലിംഗ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കുറച്ചുകൂടെ റാപ്പോ ബിൽഡപ്പ് ചെയ്ത് ബാക്കിയുള്ള ഫാമിലി സ്ക്രീനിങ്ങും ഇതെല്ലാം ചെയ്ത് കോൺടാക്ട് സ്ക്രീനിങ് ഇതെല്ലാം ചെയ്യുന്നു. പിന്നെ ഇനീഷ്യൽ ഷോക്ക് മാറി വരാൻ തന്നെ ഫ്യൂ മന്ത്സ് എടുക്കും, എസ്പെഷ്യലി സോഷ്യൽ സ്റ്റിഗ്മ. ബട്ട് ഇഫ് എ പാർട്ട്ണർ നോസ് that the person has HIV and family support or acceptance ഉണ്ടെങ്കിൽ actually they overcome in a months, but it takes few months definitely. അതായത് ഈ ഒരു HIV എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ പൊതുവെ വിചാരിക്കുന്നത് ഒരു സെക്ഷൽ കോൺടാക്റ്റിലൂടെ മാത്രമാണെന്ന്. ഒരിക്കലും സെക്ഷൽ കോൺടാക്റ്റിലൂടെ മാത്രമായിരിക്കില്ല, പക്ഷേ മറ്റ് സാധ്യതകളെക്കുറിച്ച് ആളുകൾക്കൊരു ധാരണയില്ല. ഒരു സെക്ഷൽ കോൺടാക്റ്റ് അല്ലാതെ ഈ ഒരു ഇൻഫെക്ഷൻ വരേണ്ട മറ്റ് സാധ്യതകൾ എന്തൊക്കെയാണ്? ഒരുപാടുണ്ട്. കോമണസ്റ്റ് ഇസ് either anal or vaginal sex. സോ ഇപ്പോൾ നമ്മൾ യൂഷ്വലി കാണുന്ന ട്രെൻഡ്, അതായത് ഇൻക്രീസ് റിസ്ക് ഇസ് മെൻ ഹാവിങ് സെക്സ് വിത്ത് മെൻ. സോ ഇറ്റ് ഈസ് എ ഹൈ റിസ്ക് ബിഹേവിയർ. പക്ഷേ ഈ ഹൈ റിസ്ക് ബിഹേവിയർ ഉണ്ടാകാൻ റീസൺ എന്താണെന്ന് കൂടെ നമ്മൾ അനലൈസ് ചെയ്യും. അപ്പം യൂഷ്വലി അതിൻ്റെ പുറമെ ഒരു ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷൻ എന്തെങ്കിലും കാണും. ഒരു റിസ്ക് ബിഹേവിയർ ഈസ് ആക്ച്വലി ലീഡിങ് ഓൺ ടു അനദർ റിസ്ക് ബിഹേവിയർ. ഓക്കെ, സോ അൺലെസ് നമ്മൾ അതെല്ലാം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ we will not be successful because they are again exposed to same behavior. അപ്പോൾ ആ HIV ഇപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന HIV ചിലപ്പോൾ വേറൊരു റിസ്ക് എക്സ്പോഷർ ഉണ്ടെങ്കിൽ റെസിസ്റ്റൻറ്റ് HIV ആയിട്ട് മാറാം. അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഈ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ലാതെ അവർ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത് അത് അറ്റൻഡ് ചെയ്ത് അഡ്രസ്സ് ചെയ്യണം. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ ഇൻ ദ കറൻറ്റ് എറ ഈസ് ഐ തിങ്ക് ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ ആൻഡ് അതർ ബിഹേവിയർ, സോഷ്യൽ പിയർ പ്രഷർ in having multiple partners, അങ്ങനെ ഒരുപാട്. So you have to look at their friends, their surroundings as well as addictions. This is very very important. അതുപോലെ തന്നെ മറ്റൊരു തെറ്റായ ധാരണയാണ് ഉമിനീരിലൂടെ പകരും. അതുപോലെ തന്നെ അതായത് HIV ബാധിച്ച ഒരു പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങി കുടിച്ചാൽ അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ വരും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് അത്തരത്തിലുള്ള ഒരു തെറ്റായ ധാരണകളോടൊക്കെ ഒരു ഡോക്ടറിൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? Definitely. So this year's WHO ഒരു 4 important message പറയുന്നത്. One is you won't know that you have or not have HIV unless you test it. So if you suspect or you have any high risk behavior, first is testing. Second is you can very well treat it, no cure. Third is it does not spread through saliva, it does not spread by kissing, using same plate, same food, same toilet. No, it doesn't spread to any of this. It spreads by high risk sexual behavior, condomless sexual behavior, blood transfusions which is contaminated, reusing syringes. Again, drug addiction is a common problem. Reusing same syringe needles and other breast milk and mother to baby can be transmitted. But then now in India and in Kerala, mother to transmission is almost nil because government is doing a very good job screening all mothers for HIV. പിന്നെ അങ്ങനെ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. നേരത്തെ HIV ഉണ്ടെങ്കിൽ അവർ നല്ലപോലെ കൺട്രോൾ ചെയ്തിട്ടാണ് അവർ കൺസീവ് ആവുന്ന ബേബിക്ക് അതുപോലെ ട്രീറ്റ് ചെയ്യുക. സോ ദാറ്റ് മദർ കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല പിന്നീട്. ഇല്ല. വി ഹാവ് എ ഗുഡ് നമ്പർ ഓഫ് പേഷ്യൻസ് who are HIV positive, who are couples who are HIV positive, who get pregnant, deliver a normal uninfected child, and we have follow up also. So it's all possible in this era. ചിലപ്പോൾ ഒരു പാർട്ട്ണർ പോസിറ്റീവ് മറ്റൊരു പാർട്ട്ണർ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയും ഉണ്ടെങ്കിലും നമുക്ക് ചില ഒരു പോസിബിലിറ്റി ഉണ്ട് ഹൗ ടു ഗെറ്റ് പ്രഗ്നൻറ്റ് ആൻഡ് ഹൗ ടു കൺസീവ് ഓർ എങ്ങനെ വി ക്യാൻ ഗോ വിത്ത് എ ഫാമിലി ദിസ് തിങ്. ഓക്കെ മാം, അതുപോലെ തന്നെ ഈ മുറിവിലൂടെ അതായത് HIV പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ പറ്റുകയും നമ്മുടെ ശരീരത്തിൽ ഒരു മുറി ഉണ്ടാവുകയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ടോ? അതെ, നമുക്ക് മ്യൂക്കോസൽ സ്പ്രെഡ് ഇസ് എ റിസ്ക്. അതായത് ഒരു പേഷ്യൻ്റ് അൺട്രീറ്റഡ് ആണെങ്കിൽ ആൻഡ് ഹി ഹാസ് എ ബ്ലീഡിങ്, അപ്പോൾ ആ ബ്ലീഡിങ് കയ്യിൽ മുറിവുണ്ട്, പക്ഷെ നമ്മളത് സക്ക് ചെയ്യാൻ വേണ്ടി പോയി അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് നമ്മുടെ സലൈവ
ആൻഡ് നമ്മളുടെ ലിപ്സിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് എ റിസ്ക്. അതേപോലെ നമ്മളൊരു ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരു സൈറ്റ്, അതായത് അൺകൺട്രോൾഡ് HIV, നല്ല വൈറസ് കൺട്രോളുള്ള പേഷ്യൻറ്റ്, ട്രീറ്റ്മെൻറ്റുള്ള പേഷ്യൻസ് അല്ല, പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഏരിയ എടുക്കാതെ നല്ല ഹൈ വൈറൽ ലോഡുള്ള പേഷ്യൻ്റ് ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ മുറിവുണ്ടെങ്കിൽ ദർ ഇസ് എ റിസ്ക് ഓഫ് ട്രാൻസ്മിഷൻ. സോ ഓപ്പൺ വൂണ്ട്, പിന്നെ നമ്മൾ ഒരു ഓപ്പൺ വൂണ്ടിൽ നമ്മളുടെ മ്യൂക്കോസ വഴി നമുക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു റിസ്ക് ഉണ്ട്, ബട്ട് നോട്ട് ബൈ ഷെയറിങ് ഫുഡ് ഓർ പ്ലേറ്റ്സ് ഓർ ബൈ ടോയ്ലറ്റ്സ്. മാം, അതുപോലെ തന്നെ പല വാർത്തകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്, അതായത് ഒരു കുട്ടിക്ക് HIV പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ കൂടെ ക്ലാസ്സിലിരിക്കാൻ മറ്റു കുട്ടികളെ രക്ഷിതാക്കൾ സമ്മതിക്കാറില്ല. സ്കൂളിൽ പരാതിപ്പെടുന്നു, ഈ HIV ബാധിച്ച കുട്ടിയെ സ്കൂളിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളോട് ആസ് എ ഡോക്ടർ എന്താണ് പറയാനുള്ളത്? ഡെഫിനറ്റ്ലി യു കനോട്ട് ഡു ദാറ്റ് ബിക്കോസ് ഒരേ വീട്ടിൽ എല്ലാവരും താമസിക്കുന്നു. സെയിം തിങ് അപ്ലൈസ് ഫോർ സ്കൂൾ ആൻഡ് ഈവൻ ആസ് എ സെഡ്, നോ ഈറ്റിംഗ് ഫ്രം സെയിം പ്ലേറ്റ് ഡസൻറ്റ് spread HIV. And the saddest part is around 50% of children are with HIV are untreated world over. Adults get treatment, proper treatment, but children are neglected. They don't get proper treatment and they present late. So I think the priority for this year's WHO is also to attend to those untreated children, which is a huge population. So I think there is no way that you can treat a child with HIV in a different way. They are eligible for everything that a normal child are eligible, like school, everything. You cannot segregate them. മാം, അതുപോലെ തന്നെ ഈ മുതിർന്നവരുടെ HIV ലക്ഷണങ്ങളും കുട്ടികളുടെ HIV ലക്ഷണങ്ങളും ഒരുപോലെ തന്നെയാണോ, അതോ വ്യത്യാസം ഉണ്ടാകാറുണ്ട്? ആക്ച്വലി കുട്ടികൾക്ക് നമ്മൾ ഒരു ഏജ് വരെ അധികം സിംറ്റംസ് ഒന്നും കാണാറില്ല, ബട്ട് ദേ മേ ഹാവ് ഫെയിലിയർ ടു ത്രൈവ് എന്ന് പറയും, അതായത് ഗ്രോത്ത് റിട്ടാർഡേഷൻ, പിന്നെ വാറിനകത്ത് പൂപ്പൽ വരാം, ട്രീറ്റഡ് അല്ലെങ്കിൽ HIV വൈറൽ ലോഡ് കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ വരാം. ഇനീഷ്യൽ സ്റ്റേജ് വി മേ നോട്ട്, കുഞ്ഞുകാലത്ത് അധികം നമ്മൾ സിംറ്റംസ് കാണാറില്ല, പക്ഷേ ആസ് എ ഏജ് ദേ ക്യാൻ ഹാവ് ഓൾ ദ സിംറ്റംസ് ഓഫ് സെക്കൻഡറി ഇൻഫെക്ഷൻസ്, വെയിറ്റ് ഗെയിൻ കാണത്തില്ല, വെയിറ്റ് ലോസ് വരാം, അങ്ങനത്തെ സിറ്റുവേഷൻസ് വരും. അതുപോലെ തന്നെ കമ്പയറിംഗ് ടു പാസ്റ്റ് ഇയേഴ്സ് ഈ ഒരു HIV സ്പ്രെഡ് എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതലാണോ കുറവാണോ? കേരളത്തിൽ കുറവാണ്, പക്ഷേ ആസ് പെർ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ന്യൂ കേസ് കഴിഞ്ഞ ഒരു 10 വർഷം ലാസ്റ്റ് ഡിക്കേഡ് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂ കേസിൻ്റെ ഡിറ്റക്ഷൻ, ട്രീറ്റ്മെൻറ്റ് എല്ലാം ബെറ്ററാണ്. സോ ഓവറോൾ പ്രിവലൻസ് കുറഞ്ഞു വരുന്നു, ഇൻസിഡൻസ് കുറഞ്ഞു വരുന്നു. ആൻഡ് വെൻ കമ്പയർഡ് ടു നോർത്ത് ഈസ്റ്റ് ആൻഡ് തമിഴ്നാട്, ആന്ധ്ര ആൻഡ് മഹാരാഷ്ട്ര, അവർ സ്റ്റേറ്റ് ഇൻസിഡൻസും പ്രിവലൻസും കുറവാണ്, കേരളത്തിൽ കുറവാണ്. സോ ബട്ട് ദെൻ വി ആർ മിസ്സിങ് എ ലാർജ് പോപ്പുലേഷൻ. അപ്പം ഈ വർഷത്തെ 2022 WHO തീം തന്നെ ഈക്വലൈസ് എന്ന് പറഞ്ഞാൽ ദർ ഷുഡ് ബി എൻ ഈക്വൽ ആക്സസ് ടു HIV ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് ഫോർ സം പോപ്പുലേഷൻ വേർ ദ റിസ്ക് ഇസ് ഹയസ്റ്റ്. ആ പോപ്പുലേഷൻ എന്താ വെച്ചാൽ, അതായത് മെയിൽ ഹാവിങ് സെക്സ് വിത്ത് മെയിൽ, transgender population who never checks or go for treatment, but they are highest risk. Migrant populations and who have drug abuse, അതായത് insane injections യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഗ്രൂപ്പ് നമ്മൾ ഫോക്കസ് ചെയ്താലേ we will attain a good screening. നമ്മുടെ പ്രോജക്റ്റ് തന്നെ by 2025 you have to reduce the number of deaths due to HIV. You have to at least diagnose 95% of the case who are living with HIV and 95% should be adequately treated. പിന്നെ അതേപോലെ 95% should be adequately suppressed. നേരെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് 95% ആൾക്കാർ എല്ലാ ട്രീറ്റ്മെൻറ്റ് എടുത്ത് സപ്രസ്ഡ് ആയിരിക്കണം, എന്നാലേ ഇതിൻ്റെ ഡെത്ത് കുറയുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ള വോള്യൂം ഇനിയും അറ്റൈൻ ചെയ്യാനുണ്ട്. സോ ലാർജ് പോപ്പുലേഷൻ സ്റ്റിൽ അൺഡയഗ്നോസ്ഡ് ആൻഡ് ദേ പ്രസൻറ്റ് ലേറ്റ് സ്റ്റേജ്. അപ്പോൾ ഒരു സസ്പിഷൻ വേണം. ആൻഡ് സെൽഫ് ടെസ്റ്റിംഗ് ഇസ് വെരി വെരി വൈഡ് ഓപ്പൺ നൗ. US-ലൊക്കെ ഫ്രീലി അവൈലബിൾ, ഇന്ത്യയിലും അവൈലബിൾ ആണ്. എനിവൺ ക്യാൻ ഗോ ആൻഡ് ടെസ്റ്റ് ഇഫ് ദേ ഹാവ് എ റിസ്ക് behavior, they want to get tested, diagnosed at the earliest, and it's easily treatable. ഈ ഒരു HIV ദിനത്തിൽ ഡോക്ടറിന് നൽകാനുള്ളൊരു മെസ്സേജ് ഉണ്ട്. Please, whenever you have a high risk behavior, don't hesitate to get tested for HIV. It is a test that is easily available, easily treatable. So you can, with ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ റിസ്ക് ഫാക്ടേഴ്സും വെച്ചിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ, don't hesitate to get tested, treated and live normally. Don't postpone getting a test for HIV because it's no more a bad thing to get diagnosed with HIV, but it is important that you get tested and treated. And most important thing is you can easily prevent by avoiding all the high risk behavior I have told.
എസ്പെഷ്യലി നമ്മളിപ്പോൾ ടീനേജ് പ്രായത്തിലുള്ളവരാണ് യൂഷ്വലി കാണുന്നത് ഇതുപോലെ ഹൈ റിസ്ക് ബിഹേവിയർ. ആ ഏജിലാണ് മാക്സിമം HIV കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ഒരു മിഡിൽ ഏജ് ഗ്രൂപ്പ് ഓർ ടീനേജേഴ്സ്. സോ ഈ റിസ്ക് ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ യൂഷ്വലി കാണുന്ന ഹൈ റിസ്ക് ബിഹേവിയർ ലൈക്ക് ആൽക്കഹോളിസം, ഡ്രഗ് അബ്യൂസ് ആൻഡ് കോണ്ടംലെസ് സെക്സ്. സോ ഇഫ് യു ആർ കെയർഫുൾ you can definitely prevent. If you have high risk behavior, get tested, get diagnosed and get treatment, because it is definitely there's a very good treatment option and normal ആയിട്ട് ജീവിക്കാനും പറ്റും. Thank you. Anyways, thank you doctor, thank you so much. Thank you. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, സന്ദർശിക്കൂ www.zeemalayalamnews.com.